പോലീസിനെ കൊണ്ട് അവർ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 ദിവസത്തെ അറിഞ്ഞിട്ട് പോകും. ഇന്ന് തന്നെ ഇറക്കായിരുന്നേണ്. പിന്നെ ചാനലുകാർ വന്നുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ 3 എണ്ണം കൂടെ ആത്മഹത്യ ചെയ്യാനായിട്ട് തന്നെ ഞങ്ങൾ ഇരിക്കണത്. ഇവിടെ ഞങ്ങൾക്ക് ആരും. കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി ഭയന്ന് വൃദ്ധമാതാവും മകളും കൊച്ചുമകളും ഇനി എന്ത് എന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥ അറിഞ്ഞാണ് വിസ്മയ ന്യൂസ് സംഘം തിരുവനന്തപുരത്ത് പാലോട് പ്ലാവറയിലെ വീട്ടുമുറ്റത്തെത്തിയത്. നമുക്ക് വേറെ കിടപ്പാടില്ല. ഈ കൊച്ചിനെ കൊണ്ട് ഈ വയസ്സായ അമ്മയെ കൊണ്ടൊക്കെ നമുക്ക് നിവർത്തിയില്ലാത്ത മനഃപൂർവ്വം എല്ലാം നിക്കരിക്കുന്നത് നല്ലതൊന്നും. അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. ഒരു ദയയുമില്ലാതെ ബാങ്ക് മാനേജർ വീട്ടമ്മയെ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. ജപ്തിക്ക് ആള് വന്ന് കോടതിയിൽ നിന്നും ബാങ്കിൽ നിന്നും പോലീസിന് കുഴപ്പമില്ല, അവര് ഇറങ്ങി കൂട്ടാനായിട്ടാണ് ഇരുന്നത്. നമ്മളെ കൊണ്ട് നമ്മൾ അത്രയ്ക്ക് നിവർത്തിയില്ല. ഞങ്ങൾ ആരും അണയ്ക്കാനില്ല. ഒരു പ്രായമായ ഒരു കൊച്ചു 21 വയസ്സായ കൊച്ചു ഇത്രയും പഠിച്ച് പാസ്സായി നിൽക്കുന്നു. നമുക്ക് ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ 3 എണ്ണം കൂടെ ആത്മഹത്യ ചെയ്യാനായിട്ട് തന്നെ ഞങ്ങൾ ഇരിക്കണത്. ഇവിടെ ഞങ്ങൾക്ക് ആരും. ലോണിന്റെ ചരിത്രവും വീട്ടമ്മയുടെ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കിയ ഞങ്ങൾ ബാങ്ക് അധികൃതരോടും സംസാരിച്ചു. നിത്യവൃത്തിക്ക് നിവർത്തിയില്ലാത്ത സ്ത്രീകളെയും പെൺകുട്ടികളെയും പെരുവഴിയിലാക്കുന്നതാണോ സർക്കാർ നയമെന്ന് അവരോട് ആവർത്തിച്ച് ചോദിക്കാനും ഞങ്ങൾ മറന്നില്ല. നിങ്ങളിവിടെ പുരുഷന്മാരാരെങ്കിലും ഒരു ജോലിക്ക് പോകാനുള്ള ഒരാഴ്ചയിൽ ഒരു ദിവസം പോലെ കുടിയേറെ വർക്കാണ് അവൾ ആ വണ്ണം വെച്ചിരിക്കുന്നത്. ഞാൻ കണ്ടായിരുന്നു, ഒരു ഇറങ്ങി വീണത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ 7000 രൂപയ്ക്കാണ് ശമ്പളത്തിന് പോകണത്. അതിന്റെ കൊണ്ടാണ് ഞങ്ങൾ ഒടുവിൽ ബാങ്ക് വഴങ്ങി. വീട്ടമ്മയ്ക്ക് പണം കണ്ടെത്തി തിരിച്ചടയ്ക്കാൻ 2 ആഴ്ചത്തെ സമയം അവർ അനുവദിച്ചു. ഇതിനിടെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് വീട്ടുകാർ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യമെന്ന് വനിതാ മാനേജർ തട്ടിക്കയറി. 15 ദിവസത്തെ അറിഞ്ഞിട്ട് പോകും. ഇന്ന് തന്നെ ഇറക്കായിരുന്നേണ്. പിന്നെ ചാനലുകാർ വന്നുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. 15 ദിവസം കൊണ്ട് 3 ലക്ഷത്തോളം രൂപ സംഘടിപ്പിക്കാൻ ഈ സ്ത്രീകൾക്ക് കഴിയുമോ എന്ന് അറിയില്ല. വിസ്മയ ന്യൂസ് നാട്ടിലെ സുമനസ്സുകളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കുടുംബത്തെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണം. അവരുടെ ഫോൺ നമ്പർ ഈ സ്ക്രീനിലുണ്ട്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.